everyone, welcome back to Catalyst Education. അപ്പോൾ മക്കളെ നമ്മുടെ +1 ബിസിനസ് സ്റ്റഡീസിലെ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് അറിയാലോ, ഇനി തൊട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ ടോപ്പിക്കുകളും എന്തിനുള്ളതായിരിക്കും? ക്രിസ്മസ് എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതായിരിക്കും. സോ ആ ഒരു സീരിയസ്നെസ്സിൽ തന്നെ എല്ലാ ടോപ്പിക്സിനെയും കാണണം കേട്ടോ. അത്തരത്തിലൊരു വീഡിയോ തന്നെയാണ് ഇന്നും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ വാട്ട് ഈസ് ദ റോൾ ഓഫ് MSME? എന്താണ് MSME എന്നുള്ളത്, MSMEന്റെ റോള് എത്രത്തോളം ഉണ്ട്, എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഒരിക്കലും വീഡിയോ മിസ് ഔട്ട് ആക്കരുത്, ഫസ്റ്റ് ടു ലാസ്റ്റ് കാണുക, ഒരു പോയിന്റ് പോലും വിട്ടുപോകാതെ ശ്രദ്ധിക്കുക കേട്ടോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് MSME? എന്താണ് അതിൻ്റെ ഒരു എക്സ്പാൻഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്. സോ MSME എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇനി ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യരുത്, മറന്നു പോകരുത്, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്. കാരണം ഇത് പറയാൻ കാരണം എന്താണ്, ചിലപ്പോൾ നിങ്ങളോട് ഇതിന്റെ എക്സ്പാൻഷനും ഒരു മാർക്കിന് ചോദിക്കാറുണ്ട്. സോ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ഒരു കാര്യം എഴുതി വെച്ച് കഴിഞ്ഞാൽ ഒരു മാർക്ക് സിമ്പിളായിട്ട് കിട്ടൂലേ. സോ അത് തൊട്ടിട്ട് നിങ്ങൾ മറക്കാണ്ടിരിക്കുക. ഇനി നമുക്ക് നോക്കാം എന്താണ് MSME എന്നുള്ളത്. സോ എന്താണ് MSME? MSME സ്റ്റാൻഡ്സ് ഫോർ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ആണ്. ആൻഡ് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഇവരെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഇവർ എത്രത്തോളമാണ് പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ വർഷാവർഷം അവർ എത്രത്തോളം ടേൺ ഓവർ ആണ് ജനറേറ്റ് ചെയ്യുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ MSMEനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതായത് പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ എത്ര എമൗണ്ട് ആണ് അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്, ഓരോ വർഷവും അവർ എത്രയാണ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നത്, ഇത് വെച്ചിട്ടാണ് നമ്മൾ ഒരു സ്ഥാപനം മൈക്രോ ആണോ സ്മോൾ ആണോ മീഡിയം എന്റർപ്രൈസ് ആണോ എന്നുള്ളത് തരംതിരിക്കുന്നത് ഇന്ത്യയിൽ കേട്ടോ. സോ MSME എന്താണ് എന്നുള്ളത് ക്ലിയർ ആയി കഴിഞ്ഞു, അതിന്റെ കറക്റ്റ് ഒരു മീനിങ് നമുക്ക് ക്ലിയർ ആയി കഴിഞ്ഞു. ആൻഡ് ഓൾസോ പിന്നെ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമുണ്ട്, അതായത് MSMEയിൽ ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ബോത്ത് ട്രഡീഷണൽ ആൻഡ് മോഡേൺ സ്മോൾ ഇൻഡസ്ട്രീസ്. നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള ഇൻഡസ്ട്രീസും ഉണ്ട്, അതുപോലെ തന്നെ മോഡേൺ ഇൻഡസ്ട്രീസും ഉണ്ട്. ഇവ രണ്ടും കൂടിയതാണ് നമ്മുടെ ഇന്ത്യയിലെ MSME സെക്ടർ എന്ന് പറയുന്നത്. അതിൽ എന്തെല്ലാം വരുന്നുണ്ട്? ഹാൻഡ്ലൂംസ് ഉണ്ട്, ഹാൻഡിക്രാഫ്റ്റുകൾ ഉണ്ട്, ക്വയർ ഇൻഡസ്ട്രി വരുന്നുണ്ട്, സെറികൾച്ചർ, ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആൻഡ് പവർ ലൂംസ്. ദീസ് ആർ കംസ് അണ്ടർ ദ കാറ്റഗറി ഓഫ് MSME. സോ MSME എന്താണെന്നുള്ളത് നമ്മൾ സിമ്പിൾ ആയിട്ട് ക്ലിയർ ചെയ്ത് പോയി. ഇനി നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം, വിച്ച് ഇസ് റോൾ ഓഫ് MSME. എന്താണ് റോള് നമ്മുടെ MSME? അതായത് നമ്മുടെ സൊസൈറ്റിയിൽ, നമ്മുടെ രാജ്യത്ത് എത്രത്തോളമാണ് MSMEന്റെ ഒരു റോൾ ഉള്ളത് എന്നുള്ളത് നമുക്ക് പോയിന്റ് വൈസ് പോയിന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോവാം. സോ അതിൽ ഫസ്റ്റ് പോയിന്റ് ആണ് മക്കളെ റീജിയണൽ ഡെവലപ്മെന്റ്. നമുക്കറിയാം ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഹൃദയഭാഗം, അതായത് സെന്റർ ഓഫ് ദ കൺട്രി ഇങ്ങനെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കും. പക്ഷെ റീജിയണൽ സ്ഥലങ്ങളിലേക്ക് നമ്മൾ നോക്കുകയാണ്, അല്ലെങ്കിൽ ചില ഭാഗങ്ങളിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെ ഭയങ്കര ഡൗൺ ആയിരിക്കും, വില്ലേജുകളൊക്കെ ചിലപ്പോൾ താഴേക്കായിരിക്കും ഉണ്ടായിരിക്കുന്നുണ്ടായിരിക്കുക. സോ MSME വന്നതിലൂടെ നമുക്ക് എന്തിനു പറ്റുന്നുണ്ട്? റീജിയണൽ ഡെവലപ്മെന്റിന് കൂടി പറ്റുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ഇറ്റ് എൻഷുവേഴ്സ് ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെന്റ് ഓഫ് ദി കൺട്രി. നമ്മുടെ രാജ്യം ഒരു ഭാഗം മാത്രം വളർന്നുകൊണ്ട് കാര്യമില്ല അല്ലെ, മൊത്തത്തിൽ എല്ലായിടത്തും വളരുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് MSME നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം MSMEയിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ വില്ലേജ് ഇൻഡസ്ട്രീസ് ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാക്ക്വേർഡ് നിൽക്കുന്ന വില്ലേജസിനെയും കൂടി മുന്നോട്ട് കൊണ്ടുവരുത്താൻ ആർക്ക് പറ്റുന്നുണ്ട്? MSME സെക്ടറിന് പറ്റുന്നുണ്ട്. സോ നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവാം. അതെന്താണ്? എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. എന്തിനു സഹായിക്കുന്നുണ്ട് MSMEs? പുതിയ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, തൊഴിലവസരങ്ങൾ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ദേ പ്രൊവൈഡ് ലാർജ് നമ്പർ ഓഫ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. നമ്മുടെ രാജ്യത്ത് അങ്ങനെയുള്ള ആളുകൾക്ക് ഒരുപാട് തൊഴിലവസരങ്ങൾ ജനറേറ്റ് ചെയ്യാൻ നമ്മൾ ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? MSME ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് 80% ഓഫ് ദ എംപ്ലോയ്മെന്റ് ഈസ് ജനറേറ്റഡ് ബൈ ദ MSME സെക്ടർ. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 80% ഓഫ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് MSME സെക്ടറുകളിൽ നിന്നും ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ദാറ്റ് ഇൻക്രീസസ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. ആൻഡ് ഓൾസോ അതെന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടുന്നുള്ളത് പിന്നെ എന്താവുന്നുണ്ട്, എക്കണോമിക് ഗ്രോത്തിലേക്ക് കൂടി നമ്മളെ ലീഡ് ചെയ്യുന്നുണ്ട്. സോ എന്തായാലും ഓൾമോസ്റ്റ് നമ്മൾ പറഞ്ഞു വരുന്ന സമയത്ത് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ജനറേറ്റ് ആവാൻ വേണ്ടിയിട്ട് MSMEs ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവാം. അതാണ് വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ്. നമ്മുടെ MSME ഡീൽ ചെയ്യുന്ന പ്രോഡക്ട്സ് എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കൺസ്യൂമർ ഗുഡ്സ് അവർ ഡീൽ ചെയ്യുന്നുണ്ട്, റെഡിമെയ്ഡ് ഗാർമെന്റ്സ് ഡീൽ ചെയ്യുന്നുണ്ട്, ഹോസ്റ്ററി ഗുഡ്സ്, സ്റ്റേഷനറി ഐറ്റംസ്, ഇതുപോലെ വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഡീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഫോർ മാസ് കൺസംഷൻ. എന്തിനു വേണ്ടിയിട്ടാണ്? ഒത്തിരി പേരിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് അവർ ഇത്രയും വെറൈറ്റി ഓഫ് പ്രോഡക്ട്സിൽ അവർ ഡീൽ ചെയ്യുന്നുണ്ട്. സോ അതും കൂടി ഓർത്ത് വെക്കുക. ദെൻ നെക്സ്റ്റ്
പോയിന്റിലേക്ക് പോവാം, വിച്ച് ഈസ് സിമ്പിൾ ടെക്നോളജി. MSME ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി അവർ യൂസ് ചെയ്യുന്ന ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടെക്നോളജിയാണ് അവർ യൂസ് ചെയ്യുന്നത്. ദേ പ്രൊഡ്യൂസ് സിമ്പിൾ പ്രോഡക്ട്സ് യൂസിങ് സിമ്പിൾ ടെക്നോളജി ആൻഡ് മെയിൻലി ഡിപ്പെൻഡ് ഓൺ ലോക്കലി അവൈലബിൾ റിസോഴ്സസ്. അവർ മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്നത് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിൽ നിന്നാണ്. അതുപോലെ തന്നെ അത്തരത്തിൽ നമുക്ക് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് വെച്ചിട്ട് സിമ്പിൾ ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, പ്രൊഡക്ഷൻ നടത്തുന്നത്. അതുകൊണ്ട് കൂടുതൽ ആളുകൾക്ക് MSME സെക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. കാരണം അവർ ഇത്രയും കാര്യങ്ങളൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് പഠിച്ചു വരേണ്ട കാര്യമൊന്നും ഇല്ല. ദെൻ നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് പ്രൊവൈഡ്സ് ഓപ്പർച്യൂണിറ്റി ടു ന്യൂ ഓൺടർപ്രണേഴ്സ്. പുതിയ പുതിയ ഓൺടർപ്രണേഴ്സിന് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നു ആരാണ്, MSMEs പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു എംപ്ലോയ്മെന്റ് ജനറേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന്. അതുപോലെ തന്നെ പുതിയ ഓൺടർപ്രണേഴ്സിന് ചിലവർക്ക് ഉണ്ടാവുമായിരിക്കും എന്തെങ്കിലും ഒരു ഐഡിയാസ് മനസ്സിലുണ്ടാവും. അവർ മുന്നോട്ട് വന്ന് അത് തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് സ്കീമുകൾ ഗവൺമെന്റും കാര്യങ്ങളൊക്കെ MSMEന്റെ അണ്ടറിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പുതിയ പുതിയ ഓൺടർപ്രണേഴ്സിന്. സോ അവർക്ക് അത് എന്ത് ചെയ്യാം, അവർക്ക് അത് യൂസ് ചെയ്തിട്ട് മുന്നോട്ട് അവരുടെ ഓൺടർപ്രണർഷിപ്പ് എന്ന് പറയുന്ന ആ ഒരു ഡ്രീം ആയിട്ട് പോകാവുന്നതാണ്. സോ ദേ പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റി ടു ന്യൂ ഓൺടർപ്രണേഴ്സ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ലോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ് വരുന്നത്. ബിക്കോസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അതിന്റെ ആൻസർ ലോക്കലി അവൈലബിൾ റിസോഴ്സസ് ആണ്. അതുകൊണ്ട് തന്നെ ദേ ആർ ലെസ് എക്സ്പെൻസീവ്. സോ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അധികമായിട്ട് വരുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വരുന്നില്ല. അതും MSMEന്റെ ഒരു റോള് തന്നെയാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഒരിക്കലും മറക്കാൻ പാടില്ലാത്തതായിട്ടുള്ള ഒരു മെറിറ്റ് തന്നെയാണ് ലോക്കലി അവൈലബിൾ റിസോഴ്സസ് അറ്റ് ലെസ് കോസ്റ്റ് ദേ ആർ യൂസിങ് ട്ടോ. പിന്നെ നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് ആണ് നമ്മുടെ ലാസ്റ്റ് പോയിന്റ്. അതായത് ക്വിക്ക് ആൻഡ് ടൈംലി ഡിസിഷൻസ് പോസിബിൾ ആണ് വിത്തൗട്ട് കൺസൾട്ടിങ് മെനി പീപ്പിൾ. ഒരുപാട് ആൾക്കാരോട് നമ്മൾ ചോദിച്ച് ഡിസ്കസ് ചെയ്ത് ഒപ്പീനിയൻ എടുത്ത് ഒന്നും വരേണ്ട കാര്യമൊന്നുമില്ല. ബിക്കോസ് ദേ ഓപ്പറേറ്റ് അല്ലെങ്കിൽ ദേ റണ്ണിങ് ഓൺ എ സ്മോൾ സ്കെയിൽ. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരുപാട് പേരോടൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. സ്മോൾ സ്കെയിലാണ് അവർ ഓൾറെഡി ബിസിനസ് ചെയ്ത് വരുന്നത്. സോ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കാൻ ഉണ്ടെങ്കിൽ ടൈംലി ഡിസിഷൻ ക്യാൻ ബി മെയ്ഡ്. ആൻഡ് ഓൾസോ ന്യൂ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റൈറ്റ് ടൈമിൽ അത് ക്യാപ്ചർ ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ അവർക്ക് സാധിക്കും. ഒരു ഡിസിഷൻ മേക്കിംഗ് ഡിലേ അവിടെ വരുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. സോ ദീസ് ആർ ദ റോൾ ഓഫ് MSME. ഇത്രയും പോയിന്റ്സിലൂടെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ MSMEs നമുക്ക് എന്തോരം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്, നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഡെവലപ്മെന്റിലേക്ക് എത്രത്തോളം അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയല്ലോ. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈ പോയിന്റ്സിൽ എന്തായാലും ഒരു 5 പോയിന്റെങ്കിലും നിങ്ങളെ ഏറ്റവും സിമ്പിളായിട്ട് പഠിച്ചു വെക്കുക. ആൻഡ് ഓൾസോ നിങ്ങൾക്കും കൂടി തോന്നുന്ന പോയിന്റ്സ് നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ നമുക്കൊരു 3 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ആ രീതിയിൽ തന്നെ എടുക്കുക, ഒരു പോയിന്റും മിസ് ഔട്ട് ചെയ്യാതെ എഴുതുക. നെക്സ്റ്റ് ഇതുപോലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിന്റെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.